ശബരിമല സ്വർണ്ണക്കുള്ള കേസുമായി ബന്ധപ്പെട്ട ഇഡിയുടെ റെയ്ഡ് പൂർത്തിയായി. നേരത്തെ രാഗൻ പറഞ്ഞല്ലോ, ദേവസ്വം ആസ്ഥാനത്തെ പരിശോധന അത് ഇന്ന് രാവിലെയാണ് അവസാനിച്ചത്. ബോർഡ് ആസ്ഥാനത്തെ പരിശോധന അത് വീണ്ടും തുടർന്നേക്കും. രാഹുൽ ജി നാഥ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഒപ്പം വിഷ്ണുവും ഉണ്ട്. രാഹുലിലേക്കാണ്. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഈ ആസ്ഥാനത്തെ പരിശോധനകളൊക്കെ അവസാനിച്ചല്ലോ. പരിശോധനകൾ എത്ര സമയം നീണ്ടുനിന്നു, ഏത് തരത്തിൽ അവസാനിച്ചു, അവിടെ നിന്നും കണ്ടെടുക്കാനായ വിവരങ്ങൾ എന്തൊക്കെയായിരിക്കും? ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നലെ 21 ഇടങ്ങളിലാണ്, വിവിധ ഇടങ്ങളിലാണ് ഇ ഡി റെയ്ഡ് നടന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായി കണക്കാക്കപ്പെടുന്നത് ദേവസ്വം ബോർഡ് ആസ്ഥാനം തന്നെയാണ്. കാരണം അത്തരത്തിൽ ഇ ഡി ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് എത്തുമ്പോൾ SIT ഉൾപ്പെടെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിൽ പരിശോധന നടത്തിയതാണ്. കുറേയധികം തെളിവുകൾ അവിടെ നിന്ന് എടുത്താണ്, രേഖകൾ എടുത്താണ്. അപ്പോൾ എന്താണ് ഇ ഡിക്കായി ബാക്കി വച്ചിരിക്കുന്നത് എന്ന ചോദ്യമാണ് ഇന്നലെ ഉണ്ടായത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായവരുടെ വീട്ടിലും സമാന്തരമായി തന്നെ ആ സമയത്ത് ഇ ഡിയുടെ പരിശോധന നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിലേക്ക് വരുമ്പോൾ എന്താണ് ഇ ഡി ഇനി കണ്ടെത്താനുള്ളത്? കാരണം SIT ഉൾപ്പെടെയുള്ള സംഘം അവിടെ പരിശോധന നടത്തിയതാണ് എന്ന ചോദ്യം മുന്നിൽ നിന്നു. അപ്പോൾ ഇ ഡി അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ മറുപടി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഇടപാടുകളിൽ, ഇത്തരത്തിൽ ഇടപാടുകൾ ഈ പറയുന്ന അഴിമതി നടത്തി എന്ന് പറയുന്ന, കൊള്ള നടത്തി എന്ന് പറയുന്നവർ നടത്തിയ ഇടപാടുകൾ ഉൾപ്പെടെ, അത് ഈ പറയുന്ന പോലെ വഴിപാടുകളാകട്ടെ, അതിൽ നടത്തിയ ഇടപാടുകൾ, അപ്പോൾ സ്പോൺസർമാർ ഏതൊക്കെ കാര്യങ്ങളിൽ ഇടപെട്ടു, അതെല്ലാം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യമായി നടക്കുക. കാരണം ഈ പടിപൂജ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുണ്ടായ ക്രമക്കേടുകൾ, അത് മുൻകൂട്ടി തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്ത് മറ്റൊരാൾക്ക് മറിച്ചു കൊടുക്കുന്ന രീതി, ഇതെല്ലാം മുൻപ് തന്നെ ഒരു പ്രശ്നമായി നിലനിന്ന കാര്യമാണ്. അതിലൊക്കെ എത്രമാത്രം ഇടപെടലുകൾ ഈ തട്ടിപ്പുകാർ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കും. ഈ സ്പോൺസർമാരായി എത്തിയത് ആരൊക്കെയാണ്, അവർ ദേവസ്വം ബോർഡ് അംഗങ്ങളുമായും മറ്റും നടത്തിയ ക്രയവിക്രയങ്ങൾ എങ്ങനെയാണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ വിവരം ലഭിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ രാവിലെ ഇ ഡിയുടെ ഭാഗത്തു നിന്ന് നമ്മൾ വാർത്തയായി നൽകുന്നത്. അത്തരത്തിൽ ഇത് സ്വർണ്ണക്കൊള്ള എന്ന് പറയുമ്പോൾ അത് കേസ് വന്ന ഘട്ടം മുതൽ നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാകും. പിന്നിലേക്ക് പോവുകയാണ് ചെയ്തത്. കാരണം കോടതി നിർദ്ദേശപ്രകാരം വാജിവാഹനം വരെ ഇനിയും പിന്നിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് മുൻപ് എന്തൊക്കെ നടന്നിട്ടുണ്ടോ, മുൻപ് ആരൊക്കെ എന്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ, ആരൊക്കെ എന്തൊക്കെ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ടോ, അതെല്ലാം പരിശോധിക്കണമെന്ന് കോടതി എടുത്തു പറയുമ്പോൾ ഇത്തരത്തിലൊരു പിന്നിലേക്ക് പോക്ക് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും അഴിമതി നിരോധന നിയമം കൂടി കോടതി ഈ പ്രതികൾക്കെതിരെ ചുമത്തണം, പലർക്കുമെതിരെ ചുമത്തണം എന്ന് പറഞ്ഞ ഘട്ടത്തിലാണ് ഇ ഡി ഇതിലേക്ക് രംഗപ്രവേശനം നടത്തുന്നത്. അപ്പോൾ ഇ ഡിക്ക് അന്വേഷിക്കാനുള്ള കാര്യം സ്വർണ്ണക്കൊള്ളയ്ക്ക് അപ്പുറമുള്ള കാര്യങ്ങളാണ്. ജീവനക്കാരെന്ന നിലയിൽ ഇവർ എന്തൊക്കെ ക്രമക്കേടുകളാണ് നടത്തിയിട്ടുള്ളത് എന്ന കുറച്ചുകൂടി വ്യാപ്തി ഉള്ള, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങൾ കൂടി അന്വേഷിക്കണം. അത് തന്നെയാണ് ഇപ്പോൾ ഇ ഡി ഏതായാലും അന്വേഷിച്ചത്. രാഹുൽ, വീണ്ടും പഴയ കാര്യങ്ങളിലേക്കൊക്കെ ഇവർ പോകുമെന്ന് തന്നെ കരുതാം. കോടതി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്.